2020 ഒക്ടോബർ മാസം 12-ാം തീയതി ഞാൻ തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിൽ സുദർശൻ സാറിൻ്റെ കീഴിൽ അറ്റാച്ച് ജോലി ചെയ്തു വരുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ തിരുവില്ലാമല പട്ടിപ്പറമ്പ് ഭാഗത്ത് ഒരാൾ വെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. റഫീഖ് എന്നൊരാൾ വെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ കുന്നംകുളം DYSP എന്നെ വിളിച്ചു പറഞ്ഞു, അഷ്റഫെ, പഴയന്നൂർ വീണ്ടും ഒരു കൊലപാതകം ഉണ്ടായി. അപ്പോൾ അതിന് മുമ്പാണ് ഒരു മാസം മുമ്പാണ് തിരുമണിയിൽ അപ്പൂട്ടൻ എന്ന് പറഞ്ഞ കുട്ടൻ കൊല്ലപ്പെട്ടതുണ്ടായത്. വീണ്ടും ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട് ഇവിടെ പട്ടിപ്പറമ്പ് ഭാഗത്ത്. ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് സംഭവ സ്ഥലം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ആ വിവരം സുദർശൻ സാറോട് പറഞ്ഞ് അവിടുന്ന് പെർമിഷനും മേടിച്ച് ഞാനും അന്നത്തെ നമ്മുടെ സ്ക്വാഡിലുള്ള ഹബീബ്, സുദേവ് എല്ലാവരും കൂടി നേരെ പട്ടിപ്പറമ്പ് ഭാഗത്തേക്ക് തിരുവില്ലാമല പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പട്ടിപ്പറമ്പ് ഭാഗത്തേക്ക് വന്നു. ഈ പട്ടിപ്പറമ്പ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന ഒരു വനപ്രദേശമാണ്. ഒരു ഉൾവശത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. വനങ്ങളുണ്ട് അവിടെ, ഒരു പ്ലാന്റേഷൻ പോലെ ഉള്ള ഒരു ഉൾപ്രദേശമാണ് അവിടെ. അപ്പോൾ അവിടെ വാടകയ്ക്കുള്ള ഒരു വീട്ടിൽ, ചെറിയ പഴയൊരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ഈ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി റഫീഖും പാലക്കാട് നൂറണി സ്വദേശി ഒരു 23 വയസ്സുകാരൻ മറ്റൊരു പയ്യനും കൂടി അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിൽ 2 പേരെ അവിടെ വെച്ച്, ആ വീട്ടിൽ വെച്ച് പട്ടാപ്പകൽ ആരോ വാഹനത്തിൽ വന്ന ഏതോ ആളുകൾ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് അബോധാവസ്ഥയിലാക്കി. ഇവർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ലോബിയിൽപ്പെട്ട ആളുകളാണ് ഇവർ. ഇവരുടെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പാലക്കാട് ക്രൈം സ്ക്വാഡിലെ ജലീൽ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം ഇവരുടെ മൊബൈൽ ലൊക്കേഷനും തേടി ഇങ്ങനെ ഈ വനപ്രദേശത്തേക്ക്, ഈ ഗ്രാമത്തിലേക്ക് വന്നതാണ്. അങ്ങനെ ഉൾപ്രദേശത്ത് ഇവരുടെ ഈ വീട് ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഇവർ ഇങ്ങനെ വെട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിലും ഒരാൾ അബോധാവസ്ഥയിലൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ട്, 2 പേരും അബോധാവസ്ഥയിലാണ് കിടക്കുന്നത് കണ്ട് ഈ പോലീസ് ഓഫീസർമാരാണ് ആദ്യം ഇത് കാണുന്നത്. ഇവരെ അന്വേഷിച്ച് വന്ന പോലീസ് ഓഫീസർമാരാണ്. ഇവരുടെ നമ്പർ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇവർ മയക്കുമരുന്ന് കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ്. ഉടനെ തന്നെ ജലീലും ഞാനൊക്കെ ഒരേ ബാച്ചിൽപ്പെട്ട പോലീസ് ഓഫീസർമാരാണ്, പാലക്കാട് ജലീൽ. അപ്പോൾ ജലീൽ നേരെ തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് പറഞ്ഞു. അത് പ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അവിടുത്തെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, വേറെ ആംബുലൻസൊക്കെ വരുത്തി നേരെ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. അതിലാണ് റഫീഖ് ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മരണപ്പെട്ടിരിക്കുന്നു. സംഭവ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ മരണപ്പെട്ടിരിക്കുന്നു. മറ്റേ ആൾ കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റിലിരിക്കെ പിന്നെ രക്ഷപ്പെടുകയുണ്ടായി. പക്ഷേ ഈ കുറ്റകൃത്യം ചെയ്തത് ആരാണെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഒരു പകൽ സമയത്ത് കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ ആർക്കും യാതൊരു ഇതുമില്ല. അപ്പോൾ പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വേറെ ഉമ്മർ എന്ന് പറഞ്ഞ വേറെ ആൾ താമസിക്കുന്നുണ്ട്, കുറച്ചപ്പുറത്ത്, കുറച്ചും കൂടി ദൂരം, ഒരു 10-200 മീറ്റർ 300 മീറ്റർ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അവരും ഇവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണെന്ന് മനസ്സിലായി. അപ്പോൾ അവരുടെ വീട്ടിൽ തലേ ദിവസം ആരൊക്കെയോ വന്നിരുന്നു. അത് ആരൊക്കെ ആളുകളെന്ന് അറിയില്ല. അവർ കള്ളുകൂടിയും ഇതേമാതിരിക്ക് മയക്കുമരുന്നും മറ്റ് കഞ്ചാവൊക്കെ ലോബികളായിട്ടുള്ള ആളുകളാണ് ഇവർ. അങ്ങനെ നമ്മുടെ പാലക്കാട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ളവർ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇവിടെ വന്ന് താമസിക്കുക. ഇവർ ഈ നാട്ടുകാരൊന്നും ആയിട്ടുള്ള ആളുകളല്ല. അത് ആരും അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷണം ആരംഭിച്ചു. പല സ്ഥലങ്ങളിലും പല ആളുകളോട് അന്വേഷിച്ചു, ഈ ലോബിയുമായി ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിച്ചു. ഇവരുടെ ഒരു കൊല്ലപ്പെട്ട റഫീഖിൻ്റെ ഒരു അമ്മാവുണ്ട് അവിടെ തന്നെ തിരുവില്ലാമല തന്നെ മീൻ കച്ചവടം നടത്തുന്ന നിരവധി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ പയ്യൻ്റെ അമ്മാവൻ. അപ്പോൾ അവരോടൊക്കെ അന്വേഷിച്ചു, പല ആളുകളോടും അന്വേഷിച്ചിട്ട് ആർക്കും ഒരു കൃത്യം ചെയ്തവരാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ആ പരിസരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ CCTVകളൊന്നുമില്ല. പക്ഷേ അതിലേക്ക് വന്ന് ചേരുന്ന മറ്റേ മെയിൻ റോഡുകളിലുള്ള CCTVകളും മറ്റും പരിശോധിച്ച് വന്നതിൽ നിന്ന് ഒരു ടാക്സി, ഒരു മാരുതി കാറ്, ഒരു റെഡ് കളർ മാരുതി കാറ് കണ്ടെത്തി അതിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് നമുക്ക് ഞെട്ടിക്കുന്ന ഒരു ചെറിയ സംഭവങ്ങൾ മനസ്സിലാവാൻ കഴിഞ്ഞത്. ഇവർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുടിപ്പകയായിരിക്കാൻ സാധ്യത നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഈ കേസിലെ 1-ാം പ്രതിയായിട്ട് വരുന്നത് ഒരു വളാഞ്ചേരിക്കാരനായ അമീർ എന്ന ഞരമ്പ് അമീർ, പിന്നൊന്ന് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി സ്വദേശി അമ്പായത്തോട് അഷ്റഫാണ്. ഈ അമീറിന് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് 50ഓളം മോഷണ കേസുകളും മയക്കുമരുന്ന് കേസുകളും മറ്റ് കവർച്ച കേസുകളൊക്കെ ഉണ്ട്. ഈ അമ്പായത്തോട് അഷ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200ഓളം കേസുകളിലെ പ്രതിയാണ്. നിരവധി മോഷണ കേസുകൾ, മയക്കുമരുന്ന് കേസുകൾ, അടിപിടി കേസുകൾ, കവർച്ച കേസുകൾ തുടങ്ങി ഈ പോലീസ് ഓഫീസർമാരെ കുത്തിയതും ആക്രമിച്ചതായിട്ടുള്ള കേസുകൾ 3-4 കേസുകളുണ്ട് അമ്പായത്തോട് അഷ്റഫിന്.
ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായിട്ടുള്ള ശരീരമൊക്കെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളാണ്. പിന്നീട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി, അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ആ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ അവരെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. അവരെവിടെ ലൊക്കേഷൻ, അവരെവിടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്വേഷണം തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമുക്ക് ഇതിൽ അമീറിനെ വളാഞ്ചേരി ബൈപ്പാസിൽ വെച്ച്, വളാഞ്ചേരിക്ക് കയറുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ വെച്ചിട്ട് നമുക്ക് അമീറിനെ ഒരു ചായക്കടയുടെ ഉള്ളിൽ നിന്ന് ലൊക്കേഷൻ അനുസരിച്ച് മൊബൈൽ ലൊക്കേഷൻ പ്രകാരം ഒരു ചായക്കടയുടെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ പിന്നീട് പിടികൂടുന്നത്. അമീറിനെ ചോദ്യം ചെയ്തപ്പോൾ അമീർ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. അമീർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊല്ലപ്പെട്ട റഫീഖ് കഞ്ചാവ് കച്ചവടം നടത്തുന്ന സമയത്ത് പോലീസിന് ഒറ്റിക്കൊടുത്തു. റഫീഖ് അമീറിൻ്റെ കഞ്ചാവ് ബിസിനസ്സിനെ കുറിച്ച് പോലീസിന് ഒറ്റിക്കൊടുത്തുവെന്നും ഈ വൈരാഗ്യം വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയതെന്നും കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതെന്നും അതിന് വേണ്ടിയിട്ട് അന്ന് അമീറിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്നതാണ് അമ്പായത്തോട് അഷ്റഫ്. ആ അഷ്റഫിനെ അതിൽ പങ്കാളിയാക്കുന്നതും അഷ്റഫിനെ അതിന് നിയോഗിക്കുന്നതും. ഈ അഷ്റഫിന് ജയിലിൽ ഇവന് മയക്കുമരുന്നൊക്കെ കൊടുക്കാറുണ്ട്, അങ്ങനെ സഹായിക്കാറുണ്ടെന്നൊക്കെയാണ് അവൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ആ ഒരു സ്നേഹം കൊണ്ടാണ് അമ്പായത്തോട് അഷ്റഫ് ഇവനെ അമീറിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പയ്യൻ ചാവക്കാട് കോസ്റ്റൽ ഏരിയയിൽ ആ ഭാഗത്തുള്ള ഒരു പയ്യനാണ്. ഏതോ ഇതിലൊക്കെ പഠിക്കാനും മറ്റുള്ള അതുപോലുള്ള ഇസ്ലാമിക് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ഒരു പയ്യനാണ്. ഇങ്ങനെ ഈ കൂട്ടുകെട്ടിലൊക്കെ പെട്ടിട്ട് മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റായിട്ട് അങ്ങനെ വീട് വിട്ടിറങ്ങി വീട്ടുകാരെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. നല്ലൊരു കുടുംബത്തിലെ പയ്യൻ, നന്നായി പഠിച്ചിരുന്ന ഒരു പയ്യനാണ്. ഈ റാക്കറ്റിൽ മറ്റേ ഇവരുടെ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് അങ്ങനെ മയക്കുമരുന്നിന് അടിമയായി, അവന് മയക്കുമരുന്നിനൊക്കെ അടിമയായി അത് ഉപയോഗിച്ച് വന്ന് അങ്ങനെ ഇത് തേടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾ എറണാകുളത്ത് വെച്ചിട്ടാണ് ഈ അഷ്റഫ് എന്ന് പറഞ്ഞവനെ പരിചയപ്പെടുന്നത്. ഈ അഷ്റഫിനായിട്ട് അമ്പായത്തോട് അഷ്റഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ക്രിമിനലാണ്. അവനായിട്ട് പരിചയപ്പെടുന്നതും അവനുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നതും. അപ്പോൾ അങ്ങനെ കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ കിട്ടുന്നതിൻ്റെ പേരിൽ അവനായിട്ട് കൂട്ടുകൂടി നടന്നു. എന്നിട്ട് ആ പയ്യൻ്റെ കെയർ ഓഫിലാണ് ഇവർ റെൻറ്റിനൊരു ഒരു കാർ എടുക്കുന്നത്. ആ കാറിലാണ് ഇവനെ ഓടിച്ചു വരുന്നത്. അപ്പോൾ ആ പയ്യനെ അറിയില്ല അതിങ്ങനെ കൊല നടത്താൻ വന്നതാണെന്നും ഇവർ ഇന്ന കൊലപാതകം ചെയ്യാൻ വേണ്ടി വന്നതാണെന്നും ഇങ്ങനെ കൊല ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാറിൽ വന്നു, ഈ വീടിൻ്റെ മുന്നിൽ നിർത്താൻ പറഞ്ഞു. ആ വീടിൻ്റെ മുന്നിൽ നിർത്തി അവരിറങ്ങിപ്പോയി. അവർ കയ്യിലുണ്ടായിരുന്ന വടിയും മറ്റേ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇവനെ വെട്ടി അവിടെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊന്ന് മറ്റൊരാളെ ഗുരുതരാവസ്ഥയിലാക്കി അവിടുന്ന് രക്ഷപ്പെട്ടു. തിരിച്ച് വണ്ടിയിൽ വന്നപ്പോഴും ഈ പയ്യന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല വ്യക്തമായിട്ട്. പിന്നീട് പോലീസ് പിടിക്കുമ്പോഴാണ് ഈ പയ്യന് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കാരണം നമ്മൾ കാറ് ട്രേസ് ചെയ്തിട്ട് ആ ലെവലിലാണ് പിന്നെ പോലീസ് ഇവനെ പിടിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ല കുടുംബത്തിൽ വളർന്ന് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ മയക്കുമരുന്ന് റാക്കറ്റിൽ പെട്ടിട്ടുള്ള ഒരവസ്ഥയാണിത്. ആ കുടുംബം തലതല്ലിക്കരയാണ്. അങ്ങനെ മർഡർ കേസിൽ പെട്ടു. എൻ്റെ വീട്ടിലടക്കം ആ കുടുംബം വന്നു. അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോ നല്ല ഒരു കുടുംബത്തിൽപ്പെട്ട അമ്മയും അവരൊക്കെ എന്ത് കരയണമെന്നറിയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുമായി ബന്ധപ്പെട്ടൊരു കൊലപാതക കേസിലാണ് പെട്ടത് അവർ. അപ്പോൾ അവൻ മയക്കുമരുന്നിന് അഡിക്റ്റായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അവനറിയില്ല അവരുടെ കൂടെയുള്ള ആളുകൾ ഇത് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അറിയില്ല. വണ്ടി വാടകയ്ക്ക് വിളിക്കാൻ പറഞ്ഞു, വണ്ടി വാടകയ്ക്ക് വിളിച്ചു. വണ്ടിയായിട്ട് വന്നു, വണ്ടി ഓടിക്കാൻ പറഞ്ഞു, വണ്ടി ഓടിച്ചു. അപ്പോൾ നന്നായി ഡ്രൈവ് ചെയ്യും. അപ്പോൾ അവരിതിൽ വന്നാൽ അപ്പോൾ അവന് കിട്ടുന്ന എന്താ? ഈ മയക്കുമരുന്നാണ്. അതിനു വേണ്ടി മാത്രം ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ എല്ലാമായി സ്വപ്നമായിരുന്ന ആ പയ്യനാണ് ഇങ്ങനെ കൊലപാതക കേസിൽ ഈ മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് അവിചാരിതമായിട്ട് വന്ന് പെട്ടത്. ഈ അമീറിനെ വെച്ചിട്ട് നമ്മൾ വീണ്ടും അമ്പായത്തോട് അഷ്റഫിനെ പിടിക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു. പിന്നെ അമ്പായത്തോട് അഷ്റഫിനെ പിടിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം പലപ്പോഴും പോലീസ് പിടിക്കാൻ വന്നപ്പോൾ ഒരു ASIനെ വരെ കുത്തി പൊളർന്നിട്ടുള്ള വയറ് കുത്തി പൊളിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അവനൊരു മൃഗതുല്യനാണ്. എന്നൊക്കെ നമുക്ക് പല സ്ക്വാഡുകാരോട് നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിയെ പറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പോലീസുകാരോടൊക്കെ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ എവിടെയത്തെ പ്രതിയാണെങ്കിൽ അവിടുത്തെ സ്ക്വാഡുകാരോടൊക്കെ ചോദിച്ചിട്ട് ഈ പ്രതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതൊക്കെ അറിയുന്നത്. ചോദിച്ചറിയുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇവനെ അമ്പായത്തോട് അഷ്റഫിന് എന്തായാലും പിടിച്ചേ പറ്റുള്ളൂ. അവനാണ് ഈ കൃത്യത്തിൽ മെയിൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ ഈ അമീറിനുമായി ബന്ധപ്പെട്ട് അമീറിനോട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അമീർ പറഞ്ഞു, സാർ ഞാൻ സഹകരിക്കാം, എന്നെ സഹകരിക്കാം സാർ, എനിക്ക് ഇനി വേറൊന്നുമില്ല സാർ, ഞാൻ സഹകരിച്ചോളാം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഞങ്ങൾ അവൻ്റെ ഫോണിൽ നിന്നും അമീറിനെ അഷ്റഫിനെ വിളിച്ചു. ഇങ്ങനെ സംഭവമുണ്ട്, അപ്പോൾ അവന് പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവന് പൈസ ഇല്ല, മദ്യത്തിനൊന്നും പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നേരെ അവൻ പറഞ്ഞു, ഞാൻ പൊന്നാണിയാണുള്ളത്. അപ്പോൾ പൊന്നാണി ഒരു ബാറിൻ്റെ പേര് പറഞ്ഞു, ആ ബാറിലേക്ക് എത്താം, ഞാൻ അവിടെ എത്താം, നീ അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമീറുമായിട്ട് ഞങ്ങൾ പൊന്നാണി ആ ബാറിൽ പോയി. ഇവൻ വരുന്നതിന് തൊട്ട് മുമ്പ് അതിനുള്ളിൽ കടന്ന് വണ്ടിയിലിരുന്നു. കുറച്ച് ആൾക്കാർ ബാറിൻ്റെ അകത്തിരുന്നു. ഇവൻ അക്രമകാരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഗേറ്റിൻ്റെ
പുറത്തിരുന്നു. അങ്ങനെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവനും അവൻ്റെ കൂട്ടാളിയും കൂടിയിട്ട് വണ്ടി ഇതിൻ്റെ അകത്തേക്ക് കടന്ന ഉടനെ സെക്യൂരിറ്റിയോടൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് ഞങ്ങൾ ഗേറ്റ് പൂട്ടി. അവൻ വന്ന് ഇറങ്ങി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോൺ ചെയ്യാണ്. ആ സമയത്ത് ഞാൻ പുറകൂടെ വന്നിട്ട് അവനെ ചവിട്ടി വീഴ്ത്തുക ചെയ്ത്. എനിക്കറിയാം ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ കയ്യിൽ കത്തിയുണ്ടാവും, വെച്ച് താങ്ങുമെന്നുള്ള പൂർണ്ണ ഉറപ്പിൽ തന്നെയാണ്. ഞാൻ അവനെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി. അവനെ പെട്ടെന്നുള്ള ചവിട്ട് അവൻ പ്രതീക്ഷിച്ചില്ല. പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി വിടുമ്പോൾ കൈ ബാക്കിലേക്ക് പിടിച്ച് കെട്ടി. അപ്പോഴേക്കും എല്ലാവരും ഓടിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. അവർക്കൊന്നും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ല. പോലീസാണോ ഏതാണ് അടി നടക്കുകയെന്ന് കരുതിയത്. അവർ വേഗം പോലീസിനെ ഇൻഫോം ചെയ്തു, പൊന്നാനി പോലീസിനെ ഇൻഫോം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും ചവിട്ടി വീഴ്ത്തി അവന് മറ്റൊന്നും ആയുധം എടുക്കാനുള്ള അവസരം കിട്ടാതെ അവനെ ലോക്ക് ചെയ്തു. പിന്നെ അവനൊരു എന്താ പറയുക, ലോക്ക് ചെയ്ത് കഴിഞ്ഞിടുമ്പോൾ അവനൊരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയിരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടുള്ള ഭ്രാന്തനെ പോലെ പെരുമാറി വയലൻ്റായി പ്രശ്നങ്ങളായി. പോലീസൊക്കെ വരുന്നതിന് മുൻപ് എന്തായാലും ഞങ്ങളവനെ ചവിട്ടിക്കൂട്ടി വലിച്ച് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി ഇവർ 2 പ്രതികളായിട്ട് ഞങ്ങൾ അവിടുന്ന്, ഞാനും മറ്റേ ഹബീബും മറ്റു ടീമുകൾ അംഗങ്ങളും എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് പൊന്നാണിയിൽ നിന്ന് തിരിച്ചു. അപ്പോഴേക്കും പോലീസ് അന്വേഷിച്ച് വന്നു കാര്യങ്ങൾ. അപ്പോൾ അവിടുത്തെ SI ഞാൻ അറിയുന്ന നേരെ വിളിച്ച് പറഞ്ഞു, ഞാനാണ് ഒരു കൊലക്കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങൾ നേരെ ഇവനെ ഇവിടെ വന്നപ്പോഴേക്കും ഇവൻ ആകെ വയലൻ്റായി. അഷ്റഫിൻ്റെ ശരീരം നമ്മൾ മറ്റേ ഡ്രസ്സൊക്കെ അഴിച്ചു നോക്കിയപ്പോൾ മൊത്തം ഇങ്ങനെ ബ്ലേഡ് വെച്ച് പൊളിച്ചിട്ട് മൊത്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വറകി വെച്ചിരിക്കുക. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ പച്ച കുത്തിയിട്ടും അങ്ങനെ ഒരു വികൃതമാക്കിയിരിക്കുന്ന ശരീരം മൊത്തം. ഈ മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് മാനസിക അവസ്ഥയൊക്കെ തെറ്റി നടക്കുന്ന ഒരുത്തനാണ്. അവൻ എന്തും ചെയ്യും, ആരെയും ചെയ്യും. അവന് പോലീസ് എന്നില്ല, വേറെ പട്ടാളം എന്നില്ല, വേറെ ഒന്നുമില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് എന്ത് കുറ്റകൃത്യം ചെയ്യുന്ന ഒരുപാട് കേസുകളുള്ള ഒരുത്തനാണ്. അവൻ ഇറങ്ങിയത് തന്നെ മറ്റേ തൃശ്ശൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഇറങ്ങിയതാണ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവം ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ അവനെ പൂട്ടി. അവന് മറ്റൊന്നും ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതിന് മുന്നേ ചവിട്ടി വീഴ്ത്തന്നെ ചെയ്തു. അറിയാതെ നമ്മൾ പുറകുന്നൊരു ചവിട്ടി ഓട്ടിയിട്ട് വീഴ്ത്തില്ല, ആ വിധത്തിൽ വീഴ്ത്തിയിട്ട് തന്നെ കൊണ്ടുപോയത്. നേരെ സ്റ്റേഷനിൽ കൊണ്ടു വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴേക്കും അവൻ വയലൻ്റായപ്പോൾ അവനെ നേരെ പിടിച്ചുകൊണ്ട് മാനസിക സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ച് മാനസിക ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിച്ചു. വീണ്ടും ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നു. എന്തായാലും അവനെ മെഡിക്കൽ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം കസ്റ്റഡിയിൽ വയ്ക്കാതെ, റിസ്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം കസ്റ്റഡിയിൽ വയ്ക്കാതെ നേരെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം പിന്നെ അവനെ റിമാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ സ്ക്വാഡുകാർ ഞങ്ങളുടെ യൂണിറ്റിലേക്ക് മടങ്ങി. പിന്നെ അത് പഴയന്നൂർ പോലീസ് ചേലക്കര CI സാറോ മറ്റേ പഴയന്നൂർ SIയും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. റഫീഖിൻ്റെ കൂടെ പരിക്ക് പറ്റിയിട്ടുള്ള ഫാസിൽ എന്ന് പറഞ്ഞ പയ്യുണ്ട്, 23 വയസ്സുകാരനെ ഫാസിലിന്. അവനൊരു 10-20 ദിവസത്തോളം ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പിന്നെ അവൻ റിക്കവറിയായി ക്ലിയറായിട്ട് അവൻ പുറത്തു വന്നിട്ടുള്ളതാണ്. അവൻ പിന്നെ അതിൽ മാരകമായ ഗുരുതരമായ പരിക്ക് പറ്റിയെങ്കിലും കൊല്ലപ്പെട്ടില്ല. അന്നത്തെ പ്രതികൾ വന്ന കാർ ഓടിച്ച പയ്യനുണ്ട്, ആ ചെറിയ പയ്യൻ, അവന് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ആ സംഭവത്തിൽ ഉപയോഗിച്ച കൃത്യത്തിന് ഉപയോഗിച്ച കാറ് വാടകയ്ക്ക് എടുത്തത്, റെൻറ്റിനെടുത്തത് ഈ പയ്യന് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടാണ് ഈ കൃത്യം ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷേ അവന് മറ്റ് കാര്യങ്ങളൊന്നും ഈ കാര്യത്തിൽ നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ബോധ്യം. എന്തായാലും ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിൽ ബന്ധപ്പെട്ട എല്ലാ ആളുകളും കുറ്റകൃത്യത്തിൽ പ്രതിയാവുമല്ലോ. അങ്ങനെ അവനും ആ കേസിലെ പ്രതിയാണ്. പക്ഷേ അവന് സ്വാഭാവിക ജാമ്യം കിട്ടിയതായിട്ട് പിന്നീട് അവരുടെ ആളുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസ് പിന്നീട് ട്രയലിൽ വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അറിവ്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2012 ഞാൻ കുന്നംകുളം DYSPയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന കാലത്താണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ വെന്നൂർ പരുത്തിപ്പറ ഭാഗത്ത് സാബിർ എന്ന് പറഞ്ഞ ഒരാളെ കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു കേസ്, മാൻ മിസ്സിങ്ങിന് ഉള്ള ഒരു കേസ് പഴയന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത് കുറച്ച് ദിവസത്തിന് ശേഷം ആ കേസിലെ കാണാതായ ആളെ അവിടെ പാടത്ത് വീടിനടുത്ത് കുറച്ച് മാറിയിട്ടുള്ള കൃഷിത്തോട്ടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്തെ ഒരു വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കിണറ്റിൽ നിന്നും കാണാതായ ആളെ കിട്ടുന്നു. ബോഡി പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്താണ് ഈ ആളുടെ കാലിൽ പൊള്ളലേറ്റ പാടുകൾ കാണുന്നത്, ഗുരുതരമായ പരിക്ക് പറ്റിയ പാടുകളൊക്കെ കാണുന്നത്. പോലീസ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ പോലീസിന് ഏകദേശം അത് ഷോക്കേറ്റായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി.
പക്ഷേ എങ്ങനെ വെള്ളത്തിൽ വീണ്ടും വീണു എന്നുള്ളതിനൊക്കെ സംശയമായി. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് മറ്റേ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അത് ഷോക്കേറ്റതാണെന്ന് ബോധ്യപ്പെട്ടു. ഷോക്കേറ്റിട്ടാണ് മരണം എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാര് ഷോക്കേൽപ്പിച്ചു, എങ്ങനെ ഷോക്കേറ്റു, അത് സ്വന്തം അപകടം പറ്റിയതാണോ, അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ വന്നു എന്നുള്ള കുറേ ചോദ്യങ്ങളായി. നാട്ടുകാർ സമരങ്ങളായി, പ്രശ്നങ്ങളായി, കാണാനില്ലാത്തതിനുള്ള പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ സമരങ്ങളായി കണ്ടെത്തിയപ്പോൾ എന്തായാലും അപ്പോൾ DYSP സാർ പറഞ്ഞു, അഷ്റഫ് ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട്, അതൊരു ബോഡി കിട്ടിയിട്ടുണ്ട്, അത് വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്, കാണാതായതിന് കേസുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അത് ഷോക്കേറ്റാന്ന് തോന്നുന്നുണ്ട്, ഏതോ ഷോക്ക് വെച്ചിട്ട് അതിൽ പെട്ടിരിക്കുകയാണ്, അത് അപകടമാണോ കൊലപാതകമാണോ എന്നറിയില്ല, ഒന്ന് അതിൻ്റെ ഒന്ന് അന്വേഷണം നടത്തിയിട്ട് ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റുമോ. ഞങ്ങളെന്തായാലും ഞാനും ഷെയ്ഖും സ്ക്വാഡിലുള്ള ഷെയ്ഖും കൂടിയിട്ട് അന്വേഷണം ആരംഭിച്ചു. കുറേ ദിവസം അന്വേഷിച്ചപ്പോഴും യാതൊരു പിടിയും കിട്ടിയില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഏരിയയിൽ ഈ പന്നിക്കൊക്കെ ഷോക്ക്, വന്യമൃഗങ്ങൾക്ക്, കാട്ടുമൃഗങ്ങൾക്കൊക്കെ ഷോക്ക് വെച്ചിട്ട് പിടിച്ച് വിൽപ്പന നടത്തുന്ന ഒരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടിയത്. എന്നാൽ അവരാരാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള നാട്ടുകാരും ഷെയർ ചെയ്യുന്നില്ല, ഒരു കാര്യങ്ങളും പറയുന്നില്ല, ഒന്നിനെക്കുറിച്ചും ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെ മാസങ്ങൾ കുറച്ച് കടന്നുപോയി. ഞങ്ങൾ അന്വേഷണം അങ്ങനെ ഓരോ ഒന്നോട്ട് ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു സൂചന ചെറുതായിട്ട് കിട്ടി. ഒരു കമ്മത്ത് രാധാകൃഷ്ണൻ, അങ്ങനെ 2 പേര്, കമ്മത്ത് എന്നുള്ളൊരു മുസ്ലിമാണ്, മറ്റേ രാധാകൃഷ്ണൻ മറ്റേ ഒരു ആളും, അങ്ങനെ 2 പേരാണ്. ഞാൻ ഈ കമ്മത്ത് മുസ്ലിമാന്ന് പറയാൻ കാരണം കമ്മത്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആർക്കും അത് കമ്മത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും പേരുകളായിരിക്കും എന്നുള്ള കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ പന്നിനെയും മറ്റതിനൊക്കെ പിടിച്ച് ഷോക്കേൽപ്പിച്ച് വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഇവരെല്ലാവരും എന്നൊരു ചെറിയ സൂചന കിട്ടി. പക്ഷേ കമ്മത്ത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കമ്മത്തിൻ്റെ വീട് അന്വേഷിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ കമ്മത്തിൻ്റെ വീട് പുലിപ്പുറം, കാളിയ റോഡ്, പരുത്തിപ്പുറം ആ ഭാഗത്ത് പുലിപ്പുറത്തിൻ്റെ ഉള്ളിലേക്ക് പോയി, പുലിപ്പുറം അമ്പലം എന്നൊക്കെ പറയും, അതിൻ്റെ ഉള്ളിലേക്ക് പോയി കാടിനകത്താണ് കമ്മത്തിൻ്റെ വീട്. ഞാനും ഷെയ്ഖും ഒരു ദിവസം ഇതേമാതിരിക്ക് ജീപ്പായിട്ട് പോയി ആ വീട് വളഞ്ഞ് കമ്മത്തിന് മുട്ടി വിളിച്ചു. കമ്മത്ത് രാത്രി ഒരു പാതിര നേരത്തെ വിളിക്കുന്നത്. ഈ രാത്രിയൊക്കെ വിളിച്ച് അവനെ എഴുത്തി കൊണ്ടുവരുമ്പോൾ അവന് മനസ്സിലാവും ഏകദേശം ലോക്കായി എന്നുള്ള കാര്യം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പകലൊക്കെ ഒന്ന് വരാൻ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അവരൊന്നും ഒരു കാര്യം പറയില്ല. എന്തായാലും കമ്മത്തിനെ രാത്രി വരുമ്പോൾ പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വണ്ടിയിൽ കയറ്റി ചോദിച്ചു വരുമ്പോൾ കമ്മത്ത് പറഞ്ഞു, ഞാൻ പറയാം സാർ, എനിക്കതിലൊരു അബദ്ധം പറ്റിയാണ്. ഞാനവിടെ പച്ചക്കറിക്കുള്ളിൽ പന്നിക്ക് ഷോക്ക് വെച്ചിരുന്നു. ഇവനും രാധാകൃഷ്ണൻ എന്നാണ് തോന്നുന്ന ഒരു കൂട്ടുപ്രതിയുള്ളത്. ഇവരെല്ലാവരും കൂടി 2 പേരും കൂടിയിട്ട് പന്നിക്ക് നിരം എല്ലാ ദിവസവും ഷോക്ക് വയ്ക്കും. ഷോക്ക് വെച്ചിട്ട് ഇങ്ങനെ കമ്പിയൊക്കെ കെട്ടിയിട്ട് അതിൽ കുറ്റിയടിച്ച് അതിൽ കമ്പി കെട്ടി ആ കമ്പിയിൽ നിന്ന് ലൈനിലേക്ക് KSEBിയുടെ ലൈനിലേക്ക് നേരിട്ട് തോട്ടി ഉപയോഗിച്ച് കുളത്തിയിടുകയാണ്. രാത്രി വളരെ വൈകിട്ട് അത് ചെയ്തു വയ്ക്കും. അത് ഈ പച്ചക്കറി കൃഷിയാണ് ആ ഭാഗത്തെ ഏരിയയിൽ, ഇളനാട്, പരുത്തിപ്പുറ ഭാഗങ്ങളിലൊക്കെ പച്ചക്കറി കൃഷി, കയ്പ, പാവൽ, പയർ, ഇതൊക്കെ പടവലം, ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടുത്തെ മൊത്തം. പച്ചക്കറികൾ കൂടുതലും ആ ഏരിയ നിന്ന്. അപ്പോൾ അതിൽ കൃഷി ചെയ്യാൻ എന്ന കൃഷിയുടെ നടുക്ക് പന്തലിൻ്റെ അടിയിൽ കൂടെയാണ് ഇത് ഇടുന്നത്. അപ്പോൾ പന്നികളും മറ്റും വന്നതിൽ ഷോക്കിൽ തട്ടി വീണ് കഴിഞ്ഞാൽ അവർ പുലർച്ചെ വന്നിട്ട് ഈ ഷോക്കൊക്കെ എടുത്തിട്ട് ഈ പന്നിനെ കയറ്റി കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന സ്വഭാവമാണ്. തൃശ്ശൂരും മറ്റും കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ അന്നും ചെയ്തു. പുലർച്ചെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സാർ, പന്നിക്ക് പകരം ഇവനാണ്, സാബിറാണ് പെട്ട് കിടക്കുന്നത്. ഞാൻ വേഗം തോട്ടി ഉപയോഗിച്ചിട്ട് ഈ കമ്പിയൊക്കെ ഊരിയെടുത്ത് എല്ലാം എടുത്ത് കമ്പി കൊണ്ടുപോയി വേറൊരു കുളത്തിലിട്ട് ഇവനെ ഏറ്റിയിട്ട് മറ്റേ കുളത്തിലും കൊണ്ടുപോയിട്ടു. അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് നേരെ രക്ഷപ്പെട്ട് നേരെ വീട്ടിൽ വന്നു. അങ്ങനെ ഇരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പിന്നെയാണ് ഇവൻ്റെ ബോഡി കിട്ടുന്നതും പിന്നെയാണ് നാട്ടുകാരറിയുന്നതും സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്തു പോകാൻ എൻ്റെ കൂടെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ക്ലിയറായിട്ട് അവൻ കുറ്റസമ്മതം നടത്തി. അതിൻ്റെ കൂട്ടുപ്രതിയും പിടിച്ച് കോടതിയിൽ ഹാജരാക്കി അവന് റിമാൻഡ് 304 അപ്പോൾ കേസ് ആൾട്ടർ ചെയ്തിട്ട് 304 കേസ് ഇട്ടു. അതിൻ്റെ ഇലക്ട്രിസിറ്റി ആക്റ്റുകളും മറ്റ് ആക്റ്റുകളൊക്കെ ചേർത്ത് അവനെ പ്രതിയെ പിടിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റേ സർവീസിനിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, പ്രതി ആരെന്ന് അറിയാത്തതും പ്രതി ആരെന്ന് പിന്നീട് അറിഞ്ഞതും അല്ലെങ്കിൽ അപ്പം തന്നെ അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള നിരവധി കേസുകൾ ചേലക്കര, പഴയന്നൂർ, ചെറുതുരുത്തി, വടക്കാഞ്ചേരി ഏരിയകളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വന്യമൃഗങ്ങൾക്ക് ഷോക്ക് വയ്ക്കുക, അതിൽ പെട്ട് പാവപ്പെട്ട മനുഷ്യർ കുഴപ്പമില്ല. അപ്പോൾ ഈ സാബിർ അവിടേക്ക് പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാബിർ പച്ചക്കറി പൊട്ടിക്കാൻ വേണ്ടി രാത്രി ആരും അറിയാതെ ആ പച്ചക്കറി തോട്ടത്തിൽ കോവയ്ക്ക പൊട്ടിച്ച് അവൻ്റെ മടിയിൽ ഈ മുണ്ടിനുള്ളിൽ, മടി എന്ന് പറയുന്ന മുണ്ട് മടക്കി കുത്തിയിട്ട് അതിനുള്ളിൽ നിറയും കോവയ്ക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സാബിർ പോയത്. അവൻ്റെ അല്ല, മറ്റൊരാളുടെ കോവയ്ക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതിനിടയിലാണ് അവന് ഷോക്കേറ്റത്.
എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിത്യ സംഭവങ്ങൾ. അപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടക്കാഞ്ചേരി ഒരു ശ്രീജിത്തിൻ്റെ കേസ് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനൊരു കേസ്, പിന്നെ വെങ്ങാനല്ലൂർ വേറെ ഒരു കേസ്. അതൊക്കെ പിന്നെ പ്രതി ആരെന്ന് അപ്പം തന്നെ അറിഞ്ഞാൽ. ഇത് രണ്ടും പ്രതികളെ അറിയാത്ത കേസുകളാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾ എല്ലാ ഏരിയയിലും വന്യമൃഗങ്ങൾക്ക് ഷോക്ക് വയ്ക്കുന്നു, അതിൽ പെട്ട് മനുഷ്യർ മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരു പതിവാണ്. പക്ഷേ പലതും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, ചിലത് നമുക്ക് ഇതേമാതിരിക്ക് കണ്ടെത്താൻ നിരന്തരമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഷൊർണൂർ ഭാഗത്ത് എല്ലാവർക്കും ഇവൻ ആന്ധ്ര അളിയൻ എന്ന് മാത്രമേ അറിയുള്ളൂ. ആന്ധ്രയിലാണ് ജോലി, ആന്ധ്രയിലുള്ള അളിയൻ, അങ്ങനെ ആന്ധ്ര അളിയൻ എന്ന് അവരെല്ലാവരും വിളിക്കുക. ആന്ധ്ര അളിയൻ ഇടയ്ക്ക് AC കോച്ചിലൊക്കെ വന്നിറങ്ങും, സെക്കൻഡ് ക്ലാസ് കോച്ചിൽ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഷൊർണൂർ വന്നിറങ്ങും. അപ്പോൾ അവർ കൂട്ടുകാരൊക്കെ പോയി വിളിച്ചിട്ട് വരും. നല്ല സൂട്ട് കേസൊക്കെ എടുത്ത് നല്ല അടിപൊളി ഷൂവും പാൻറ്റൊക്കെ ഇട്ട് ഇഞ്ച് ചെയ്ത് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിറങ്ങി ഇവരുടെ റൂമിലും വീട്ടിലൊക്കെ വരും, അവിടെ ബാഗൊക്കെ വയ്ക്കും. അപ്പോൾ ആന്ധ്ര അളിയനും ആന്ധ്രയിൽ മറ്റേ ഫൈനാൻസ് നടത്തുകയാണെന്നാണ് അയാളിവിടെ വന്നിട്ട് പറയാം. അങ്ങനെ ഇവിടെ വരും, നമ്മുടെ ഇവരുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കും. ഈ താമസിക്കുമ്പോൾ രാത്രി ആകുമ്പോൾ ആന്ധ്ര അളിയൻ ഒരു പോക്കാണ്.